ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഒരു മീനച്ചാർ ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പം മാർക്കറ്റിൽ പോയിട്ട് നല്ലൊരു തൂണ വാങ്ങിച്ച് അത് കട്ട് ചെയ്തെടുത്ത് മുള്ള് കൂടാതെ രണ്ട് ഭാഗവും കീറിയെടുത്തും വേണ്ടി നേരെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കി റൂമിൽ നിന്ന് ചെയ്യാൻ വിചാരിച്ചേക്കാം. അപ്പോൾ അവർ കട്ട് ചെയ്താൽ വൃത്തിയാവില്ല, ചെറിയ പീസായി കിട്ടും നമുക്ക്. അപ്പോൾ ബാക്കി നമുക്ക് റൂമിൽ കൊണ്ടുപോയി ചെറുതാക്കി മുറിക്കാം. അപ്പോൾ റൂമിൽ വന്ന് നോക്കുമ്പോൾ മീൻ മുറിക്കാൻ എക്സ്പെർട്ടാണ് നമ്മൾ അഫ്സൽക്ക. അപ്പോൾ അഫ്സൽഖാൻ്റെ കൈ കൊടുത്ത് ചെറുതാക്കി മുറിച്ച് നല്ലോണം വൃത്തിയിൽ കഴുകി നമ്മളതിലേക്കുള്ള മസാല ഇറക്കുകയാണെങ്കിൽ കൂടുതൽ നാടിയതില്ല. മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം നമ്മളിതിൽ ഇട്ടിട്ട് അത് ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്ക് അച്ചാർ പൊടിയിൽ ചെയ്യാമല്ലോ. അപ്പോൾ കുറച്ച് കാശ്മീർ ചില്ലിയും നമ്മളതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴുകി വെച്ച മീൻ നന്നാക്കിയിട്ട് കഴുകി വെള്ളമൊക്കെ ഫുള്ളായിട്ട് വാർന്നതിന് ശേഷം നമ്മൾ മീൻ നല്ലോണം ചട്ടിയിലിട്ടിട്ട് നമ്മൾ ചെറിയ മോൻ ഏതായാലും നാട്ടിൽ നിന്ന് വന്നല്ല, അപ്പോൾ ഓനൊരു പണിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓനെ കൊണ്ടായിട്ട് ശരിക്കായിട്ട് മസാല ഇട്ട് കുഴക്കാൻ ഏറ്റവും ബെറ്റർ ചെറിയ മോനാണ്. അപ്പോൾ നല്ല രീതിയിൽ മസാല ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോഴേക്കും നമ്മളെ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലോണം മൊരിച്ചിട്ട് പൊരിക്കണം. അതായത് ഇങ്ങനൊരു നല്ല ഉറപ്പ് വരണം, ഒരു വെന്താ പോലെ ഒന്ന് ഉറപ്പ് വരണം. അപ്പോഴേക്കിന് അഫ്സൽഖാനോ പറഞ്ഞ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ശരിയാക്കി വെക്കാൻ പറഞ്ഞപ്പോൾ അഫ്സൽഖാൻ അത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂപ്പര് ശരിയാക്കി വെച്ച്. അപ്പോൾ മീനിതാ ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് എടുത്തിട്ട് രണ്ടാം ട്രിപ്പ് ഇട്ടിക്കണ്. അപ്പം പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ലാസ്റ്റ് മീൻ വറുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്തിട്ട് അത് നന്നാക്കിയിട്ട് വറുത്ത് നല്ല കളറിൽ ചോപ്പിച്ചെടുക്കുക. നല്ല രസം ഉണ്ടാവും നല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ചോത്തിട്ടി. വലിയ ചോത്തിയില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചോപ്പിച്ച് എടുത്ത്. അതായത് ഇതിൻ്റെ രസം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കറിവേപ്പിൻ്റെ ഇല അതിലേക്കിട്ട് കറിവേപ്പിൻ്റെ സ്മെല്ലും എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു മണവും വന്ന് കിട്ടും. അത് കോരിയ നമ്മളെ മീനിലേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്ത് അതിലേക്ക് തന്നെ ഒന്നായിട്ട് മിക്സ് ആക്കാനുള്ളതല്ലേ, അപ്പം കുഴപ്പമില്ല ഒന്നായിട്ട് ആകുമ്പോൾ. പിന്നെ അതിൻ്റെ നേരെ കഴിഞ്ഞപ്പോൾ ഒരു ചെമ്പ് വെച്ച് ആ ഓയിൽ തന്നെ നമ്മൾ ആ പാത്രത്തിലേക്ക് പാർന്നിട്ട് അതിലേക്ക് നമ്മൾ മസാലപ്പൊടി, അതായത് നമ്മൾ കുറച്ച് മുളകും പൊടി ഇട്ട് പിന്നെ അച്ചാർ പൊടി ഇട്ട് ഉലുവ പൊടിച്ച കുറച്ച് പൊടിയും കൂടി നമ്മളിട്ട് ശരിക്ക് ഇതാക്കി അതിലേക്ക് നമ്മൾ വിനാഗിരി സുർക്ക കുറച്ച് പൊട്ടിച്ച് പാർന്ന് അപ്പം ഒന്ന് ചെറിയൊരു പത പോലെ വന്ന് നല്ല പതമായിട്ട് വന്ന് നല്ല സുർക്ക വെച്ച് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുത്ത് നല്ലോണം മുളകും പൊടിയും നമ്മളെ ഉലുവപ്പൊടിയും അച്ചാർപ്പൊടിയും കുറച്ച് അച്ചാർപ്പൊടിയും ശരിക്കും ഒന്ന് വേവിച്ചെടുത്ത് അത് കുറച്ച് വഴറ്റിയെടുത്തതിന് ശേഷം സുർക്ക നന്നാക്കി പാർന്ന് ബാക്കിയുള്ള നമ്മളെ മീനും കറിവേപ്പിൻ്റെ ഇലയും എല്ലാം കൂടി അതിലിട്ട് നല്ലോണം കൊണ്ട് മിക്സാക്കി നല്ല മണം കേട്ടോ, നല്ല സ്മെല്ലായിരുന്നു, നല്ല മണമായിരുന്നു അച്ചാറിൻ്റെ. അപ്പം നല്ലോണം അതും കൂടി മിക്സാക്കി ഇളക്കി ആ സുർക്കൻ്റെ അതും കയറി അന്നപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് കേട്ടോ. അടിപൊളിയാണേ.